പ്രിയ പ്രേക്ഷകരെ വീണ്ടും ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവെഴുത്തുകളിലൂടെ എന്ന പഠന പരമ്പരയിൽ ഇന്നെടുക്കുന്ന വിഷയം ആത്മാവിൻ്റെ ഫലം. ആത്മാവിന് ഫലം വേണമെന്ന് തിരുവെഴുത്തുകൾ എന്തുകൊണ്ട് പറയുന്നു? 2, പരിശുദ്ധാത്മാവിന് ഇന്ദ്രിയ ജയം വേണമോ? 3, ഇന്ദ്രിയ ജയം എന്നാൽ എന്ത്? ഇതിനടിസ്ഥാനമാക്കി 1-2 എപ്പിസോഡുകൾ, ഒരു എപ്പിസോഡ് തീരാത്തതുകൊണ്ട് തീർച്ചയായിട്ടും എടുക്കും. ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാവിന് ഫലം. പഞ്ചസാര ഒരു വസ്തുവാണ്. അത് നേരിൽ കാണാം, രുചിക്കാം, തൊട്ടറിയാം. വായിലിട്ട് രുചിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ രുചി എന്താണെന്ന് ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയൂ. പക്ഷേ ഇതിൻ്റെ ഫലത്തെ മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പ്രയാസമാണ്. അതിനെ മധുരമെന്നോ മാധുര്യമെന്നോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ മധുരത്തിന് രൂപമില്ലെങ്കിലും രുചിയുണ്ട്. മധുരം, പഞ്ചസാരയ്ക്ക് രൂപമുണ്ട്, ദൃശ്യമാണെങ്കിലും മധുരത്തിന് ദൃശ്യമല്ലല്ലോ. ഇതുപോലെ ബാഹ്യമായി രൂപമില്ലാത്ത ഫലമാണ് ആത്മാവിൻ്റെ ഫലം. വൃക്ഷങ്ങൾക്ക് ഫലമുണ്ട്, അത് നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമാണ്. പ്രത്യേകിച്ച് അതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യമില്ല. എന്നാൽ ആത്മാവിൻ്റെ ഫലമെന്നുള്ളത് ദൃശ്യപരം മാത്രമല്ലല്ലോ. അത് അനുഭവയോഗ്യമാകുന്നത് ഒരാൾക്ക് ആത്മാവിൻ്റെ ഫലമുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴല്ല, മറിച്ച് ആണ് പറയുന്നത്. പ്രവൃത്തികൾ എന്ന ബഹുവചനത്തിൽ പറയുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന ബഹുവചനമല്ല, മറിച്ച് ഏകവചനത്തിലാണ് പറയുന്നത്. ആത്മാവെന്നേ ഉള്ളൂ. ജീവന്റെ ആത്മാവല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒന്നേ ഉള്ളൂ. അതിൻ്റെ ഫലങ്ങൾ ഒന്നിൽ നിന്ന് പല തരത്തിലുള്ള ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതാണ്. ഒരുവനിൽ കൃപാവരങ്ങൾ പലതുണ്ട്. അത് കൂടിയും കുറഞ്ഞിരിക്കും. 21 ഉണ്ടെന്ന് പറയുന്നു തിയോളജിയന്മാർ. എല്ലാം ഒരാൾക്കില്ല. എങ്കിലും ദൈവിക ശുശ്രൂഷകളിൽ അംഗമായിരിക്കുന്ന എല്ലാവർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. അത് പ്രകടിപ്പിക്കുമ്പോൾ ദൈവീക ശുശ്രൂഷകൾ കൂടെ ദൈവസഭയുടെ ആത്മീക വളർച്ചയ്ക്കുതകുന്നതാണെന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ എഴുത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ ഫലത്തെ വെളിപ്പെടുത്തുന്നത് എന്നിൽ അല്ല നിങ്ങളിൽ ആത്മാവുണ്ട്, സത്യമാണ്, അംഗീകരിച്ചു. പക്ഷെ ഈ ആത്മാവുള്ള എല്ലാവർക്കും ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും തുറന്നു പറയാൻ കഴിയില്ല. മറിച്ച് ആത്മഫലം വാക്കിലൂടെയും പ്രവൃത്തിയിൽ കൂടെയും വെളിപ്പെട്ട് അത് മറ്റുള്ളവർക്ക് പറയുമ്പോൾ മറ്റുള്ളവർക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന ഫലം നല്ല സംസാരമാണ്. നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്, സംസാരിക്കുന്നതിൽ നല്ല മനുഷ്യനാകണമെന്നില്ലെങ്കിലും പൊതുവിൽ നമ്മൾ പറയുന്നത് സംസാരം നല്ല പൊളൈറ്റ് മാൻ എന്നൊക്കെ പറയും. 2, പ്രവൃത്തി മൂലം സഫലമാകുന്നതാണ് ഘനഫലം. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കതായ ഫലം നൽകുമെന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ തന്നെ അക്ഷരീക ഭൂമിയിലെ ജീവിതത്തിലും നന്മ പ്രവർത്തിച്ചാൽ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാമെന്ന് പറഞ്ഞാൽ ഇടത്തെ കൈ ചെയ്യുന്നത് വലത് കൈ ചെയ്യുന്നത് ഇടത്തെ കൈ എന്തിനാണ് ഞാൻ അറിയാതെ ചെയ്തതെന്നൊന്നുമല്ല. അതൊരു ഉപമയായി കർത്താവ് പറഞ്ഞത് നാം ചെയ്യുന്ന നന്മകൾ പൊതുജനങ്ങൾ കേൾക്കുന്ന രീതിയിൽ കാണത്തക്ക നിലയിൽ പരീക്ഷന്മാരെ പോലെ ചെയ്യരുതെന്നാണ്. എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഫേസ്ബുക്കിലൂടെയും മറ്റു തരത്തിൽ കൂടെ പബ്ലിക്കിന് മുമ്പാകെ വിളിച്ചു പറഞ്ഞിട്ട് ചെയ്താൽ ആ പ്രവൃത്തിയുടെ ഫലം ഇപ്പോൾ തന്നെ ലഭിച്ചു എന്നും കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് കരഫലം, അതുപോലെ തന്നെ ഭാഷണമുള്ള സംസാരത്തിൻ്റെ ഫലം, എന്നാൽ പ്രയോജനരഹിതമായതിനെയാണ് നിഷ്ഫലം എന്ന് പറയുന്നത്. അത് എല്ലാ വിധത്തിലും നിഷ്ഫലമാണ്. ഒരു പ്രവൃത്തി നിഷ്ഫലമെന്നും പറയുന്നത്. ഇവയിലെല്ലാം പ്രധാനമായതാണ് ആത്മാവിൻ്റെ ഫലം. ഇതൊരു വ്യക്തിയിൽ നിന്നും ആരംഭിച്ച് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുകയും സ്ഥിരമായി നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തീയത സാർവസിയും ഇടയന്മാരും മാറുന്നത്. ഇതിന് സ്ഥിരമായ വചനധ്യാനം, പ്രാർത്ഥന, തിരുവചന പഠനം. ഓർപ്പിക്കട്ടെ, ബൈബിള് വായിക്കാത്തവരില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് മാരാങ്കൺ കൺവെൻഷനിൽ മരിച്ചുപോയ മാർ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പത്രങ്ങളിലൊക്കെ വലിയ അക്ഷരത്തിൽ വന്നതാണ്. ബൈബിൾ വായിക്കാനുള്ളതല്ല, പഠിക്കാനുള്ളതാണ്.
ക്രൈസ്തവരിൽ പ്രൊട്ടസ്റ്റന്റ് സഭക്കാർ, പ്രത്യേകിച്ചും സ്ത്രീകൾ, ബൈബിൾ വായിക്കും, പക്ഷെ പഠിക്കുകയില്ല. പെന്തക്കോസ് സഭകളിലും, ഇടയ്ക്കൊന്ന് ഓർപ്പിക്കട്ടെ, എൻ്റെ ഓരോ എപ്പിസോഡിലും പെന്തക്കോസ് സഭകളെ എടുത്തു പറയുന്നത് കാരണം 23 വർഷമായി വിവിധ രാജ്യങ്ങളിൽ, സ്ഥലങ്ങളിലായി, ഇന്ത്യയിൽ ആകമാനമായി, നോർത്ത് ഈസ്റ്റ് ഒഴിച്ച് വ്യത്യസ്തമായ സഭാവിഭാഗങ്ങളിൽ, TPM-കാരും കത്തോലിക്കരും ഒഴിച്ച് എല്ലാ കൂട്ടായ്മകളിലും, ചെറുതും വലുതുമായ കൂട്ടായ്മകളിൽ ശുശ്രൂഷിച്ചുള്ള വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്ത്രീകളോട്, പ്രത്യേകിച്ചും സ്ത്രീകളോട് പറയട്ടെ, ബൈബിൾ വായിക്കുന്നതല്ല, മറിച്ച് ബൈബിൾ പഠിക്കുന്നതാണ് ആവശ്യം. അപ്പോൾ വചനധ്യാനം, പ്രാർത്ഥന, തിരുവചന പഠനം, വേർപാടും വിശുദ്ധ ജീവിതവും എന്നിവ ആവശ്യമാണ്.